أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الله أما بعد. അഭിനന്ദനായ യോഗാധ്യക്ഷൻ, സെൻട്രൽ കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് KT അബൂബക്കർ സാഹിബ്, റിയാദ് KMCC സെൻട്രൽ കമ്മിറ്റിയുടെ അഭിനന്ദനായ പ്രസിഡന്റ് പ്രിയപ്പെട്ട CP മുസ്തഫ സാഹിബ്, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, KMCC വനിതാ വിങ്ങിൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരു പുരുഷായുസ് മുഴുവൻ ഈ സമൂഹത്തിനും സമുദായത്തിനും വേണ്ടി ജീവിച്ചു തീർത്ത് കുറഞ്ഞ കാലയളവിനുള്ളിൽ ഒരുപാട് കാലത്തെ കാര്യങ്ങൾ ചെയ്തു തീർത്ത് നമ്മളോട് വിട പറഞ്ഞു പോയ മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിനെ അനുസ്മരിക്കുന്ന വേദിയിലാണ് നമ്മളുള്ളത്. പ്രിയപ്പെട്ട ജാഫറും സിദ്ദീഖ് സാഹിബും ജാബിറുമൊക്കെ വളരെ വിശദമായി CHൻ്റെ വിവിധ കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. CHനെ സംബന്ധിച്ച് ഒരുപക്ഷെ നമ്മൾ നേരം വെളുക്കോളും പറഞ്ഞാലും തീരാത്ത അത്ര കാര്യങ്ങൾ ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും പറയാനുണ്ടായിരിക്കും. എന്നെ സംബന്ധിച്ച് തീരെ വായനാശീലമില്ലാത്ത ഒരാൾ എന്നുള്ളവർക്ക് അത്തരത്തിൽ എന്തെങ്കിലും പറയാൻ കഴിയുന്ന ഒരാളല്ല. എന്നാൽ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് വെച്ച ഒരു കെണിയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. 1927 ജൂലൈ 15 അത്തോളിയിൽ ജനിച്ച് 1983 സെപ്റ്റംബർ 28 ഈ ലോകത്തോട് വിട പറഞ്ഞ CH മുഹമ്മദ് കോയ സാഹിബ് ഈ സമുദായത്തെയും സമൂഹത്തെയും ഒന്നടങ്കം കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ടാണ് വിട പറഞ്ഞു പോയിട്ടുള്ളത്. CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ നിയമസഭ സാമാജികൻ എന്നുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, മുൻകാലങ്ങളിൽ ഒരു നിയമസഭാ സാമാജികനായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ സഭക്കകത്തുള്ള 1-2 ചർച്ചകളിൽ പങ്കെടുക്കുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞു എന്ന് കരുതി പ്രവർത്തിച്ചിരുന്ന മുൻകാലങ്ങളിൽ നിന്ന് CH അത്തരത്തിലുള്ള അങ്ങനെയുള്ള ഒരുപാട് നിയമസഭാ സാമാജികർ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി 1960 താനൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് CH മുഹമ്മദ് കോയ സാഹിബ് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ നിയമസഭ അകത്തും പുറത്തും മികച്ച രീതിയിലുള്ള ഇടപെടലുകളുമായി മുന്നോട്ട് പോകുന്നതോടൊപ്പം താനൂർ നിയോജക മണ്ഡലത്തിലെ മുക്കുമൂലകളിലൂടെ സഞ്ചരിച്ച് മണ്ഡലത്തിലെ ഓരോ സ്പന്ദനങ്ങളും അറിഞ്ഞ് പ്രവർത്തിച്ചിരുന്ന ഒരു മഹാനായ നേതാവാണ് CH മുഹമ്മദ് കോയ സാഹിബ്. 1960 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ എക്കാലത്തെയും മികച്ച നേതാക്കന്മാരിൽ ഒരാളായ KM സീതി സാഹിബ് സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അന്ന് മുസ്ലിം ലീഗ് പാർട്ടിയുടെ നിയമസഭയിലെ നേതൃത്വവും CH മുഹമ്മദ് കോയ സാഹിബിൽ വന്നു ചേരുകയായിരുന്നു. CH മുഹമ്മദ് കോയ സാഹിബിനെ KM സീതി സാഹിബ് സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടതോട് തന്നെ തന്നിൽ വളരെ ഭാരിച്ച ഉത്തരവാദിത്തമാണ് വന്നു ചേർന്നിട്ടുള്ളത് എന്ന് നല്ല ബോധ്യമുണ്ടായിരുന്നു. കാരണം നമുക്കറിയാം, സ്പീക്കറായി ഒരാൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ പിന്നെ അദ്ദേഹം രാഷ്ട്രീയ പാർട്ടികളുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതിനിധിയല്ലാത്ത രീതിയിലാണ് ആ കസേരയിലിരുന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. ആയതുകൊണ്ട് തന്നെ സീതി സാഹിബിനെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ
CH മുഹമ്മദ് കോയ സാഹിബിന് വളരെ വലിയ ഉത്തരവാദിത്തമാണ് നിറവേറ്റാനുണ്ടായിരുന്നത്. അത് അദ്ദേഹം വളരെ ഭംഗിയായിക്കൊണ്ട് തന്നെ നിർവഹിച്ച് പോവുകയായിരുന്നു. അതിനിടയിലാണ് കേരള മുസ്ലിം സമൂഹത്തെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് KMCD സാഹിബ് എന്ന ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച സ്പീക്കർമാരിൽ ഒരാൾ ആയ KMCD സാഹിബ് ഈ ലോകത്തോട് വിട പറയുന്നത്. KMCD സാഹിബ് ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ മുസ്ലിം ലീഗ് പാർട്ടി മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിനോട് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്യാൻ തയ്യാറാവണം എന്ന് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ ആ കാലത്താണ് AICC ദുർഗാപൂർ പ്രമേയം അവതരിപ്പിക്കുന്നത്. മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദുർഗാപൂർ ദുർഗന്ധം എന്ന് CH ഒരിക്കൽ പ്രയോഗിച്ച ആ ദുർഗാപൂർ ദുർഗന്ധമായ പ്രമേയം അവതരിപ്പിക്കപ്പെട്ടതും CH മുഹമ്മദ് കോയ സാഹിബിന് സ്പീക്കർ സ്ഥാനം ഏറ്റെടുക്കേണ്ടി വന്നതും ഒരേ സമയത്തായിരുന്നു. ആ പ്രമേയത്തിൽ അന്ന് AICC കൊണ്ടുവന്ന ആ പ്രമേയത്തിൽ തീവ്രവാദ പാർട്ടികളുമായി ഒരു നിലക്കും സഖ്യം ചേരുവാനോ അവരുമായി ബന്ധം പുലർത്തുവാനോ കോൺഗ്രസ് തയ്യാറല്ല. അത്തരത്തിലൊരു ബന്ധം കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാവരുത് എന്ന പ്രമേയം കോൺഗ്രസ് പാർട്ടി പ്രഖ്യാപിച്ചപ്പോൾ പ്രവർത്തനം കൊണ്ടോ രൂപം കൊണ്ടോ ഭാവം കൊണ്ടോ ഒരു നിലക്കും തീവ്രവാദ സ്വഭാവമില്ലാത്ത മുസ്ലിം ലീഗ് പാർട്ടിയെ കേരളത്തിലെ ജനാധിപത്യ ഐക്യ മുന്നണിയിൽ നിന്ന് വേർപെടുത്താൻ പറ്റിയ ഏറ്റവും നല്ല ഒരു അവസരമായി കരുതിയ കോൺഗ്രസിലെ ഒരു വിഭാഗം ആളുകൾ മുസ്ലിം ലീഗ് പാർട്ടിയുമായുള്ള ബന്ധം വിച്ഛേദിക്കണമെന്ന് തീരുമാനമുണ്ടായിരുന്നു. അത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചിരുന്ന കോൺഗ്രസിലെ ഒരു വിഭാഗം ആളുകൾ ആ പ്രമേയത്തെ ആസ്പദമാക്കി മുസ്ലിം ലീഗുമായുള്ള ബന്ധം വിച്ഛേദിക്കണമെന്ന് ആവശ്യപ്പെടുകയും കോൺഗ്രസ് നേതാക്കന്മാർ KPCC ഈ വിഷയം മുസ്ലിം ലീഗ് നേതൃത്വത്തെ അറിയിക്കുകയുമായിരുന്നു. സത്യത്തിൽ കോൺഗ്രസ് പാർട്ടി വളരെ ശക്തിയോടെ നിലകൊണ്ടിരുന്ന കോൺഗ്രസ് പാർട്ടി ആ ഒരു തെറ്റായ തീരുമാനത്തിലൂടെ കേരളത്തിൽ അവരുടെ ഒരു അധപ്പതനത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. വളരെ നിർജീവമായിരുന്ന അതല്ലെങ്കിൽ പിന്നോട്ടടിച്ചു പോയിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത് ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു അവസരവുമായിരുന്നു. എന്നാൽ ദീർഘവീക്ഷണമുള്ള മുസ്ലിം ലീഗ് നേതാക്കന്മാർ ഈ വിഷയത്തെ വളരെ ഗൗരവമായി കാണുകയും വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യുകയും ചെയ്തു. കോൺഗ്രസ് മുന്നോട്ട് വച്ച് ഇരുന്നത് ഒരു മുസ്ലിം ലീഗുകാരനെ സ്പീക്കറായി അംഗീകരിക്കാൻ സാധിക്കില്ല. അതിന് കാരണമായി പറഞ്ഞത് ദുർഗാപൂർ പ്രമേയമായിരുന്നു. ഇനി അങ്ങനെ CH മുഹമ്മദ് കോയ സാഹിബിനെ സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്യണമെങ്കിൽ സാധാരണഗതിയിൽ ഒരു സ്പീക്കറെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ തെരഞ്ഞെടുക്കപ്പെടുന്നതോടുകൂടെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബന്ധം വിച്ഛേദിക്കുകയാണെങ്കിൽ സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് തന്നെ CH മുഹമ്മദ് കോയ സാഹിബ് മുസ്ലിം ലീഗ് പാർട്ടിയിൽ നിന്ന് രാജിവെക്കണം, ആ മെമ്പർഷിപ്പ് തിരിച്ചു നൽകണം. എന്നാൽ മാത്രമേ CHനെ സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ എന്ന് KPCC മുസ്ലിം ലീഗ് നേതൃത്വത്തെ അറിയിച്ചപ്പോൾ മുസ്ലിം ലീഗ് പാർട്ടി യോഗം ചേരുകയും ആ യോഗത്തിൽ വളരെ വിശദമായി തന്നെ ചർച്ച നടക്കുകയും ചെയ്തു. CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ഒരു തരത്തിലും കോൺഗ്രസിനോട് ഈ വിഷയത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് നിൽക്കേണ്ടതില്ലെന്നും ഒരു നിമിഷം പോലും മുസ്ലിം ലീഗ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് രാജിവെച്ചിട്ടുള്ള ഒരു സ്പീക്കർ സ്ഥാനം നമുക്ക് വേണ്ടെന്നും അതിശക്തമായി വാദിച്ചു. എന്നാൽ മുസ്ലിം ലീഗിൻ്റെ സമുന്നതരായ നേതാക്കന്മാർ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെയും ഖായിദെ മില്ലത്തിൻ്റെയും നേതൃത്വത്തിലുള്ള നേതൃത്വനിര
മറിച്ചുള്ള രീതിയിലായിരുന്നു ചിന്തിച്ചിരുന്നത്. കേരളത്തിലെ ഈ ജനാധിപത്യ ഐക്യ സംഘത്തെ തകർക്കാൻ കോൺഗ്രസിലെ ഒരു വിഭാഗം മുന്നിട്ടിറങ്ങുമ്പോൾ ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ഒരുപക്ഷെ ഒരു സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൻ്റെ 1, 2, 5 മിനിറ്റോ മുമ്പ് മുസ്ലിം ലീഗ് മെമ്പർഷിപ്പ് തിരിച്ചു നൽകി മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ചത് കൊണ്ട് മുസ്ലിം ലീഗ് പാർട്ടിക്കോ അല്ലെങ്കിൽ സമുദായത്തിനോ പ്രത്യേകിച്ചൊന്നും നഷ്ടം വരാനില്ല, അങ്ങനെ രാജിവെച്ചത് കൊണ്ട് മറുവിഭാഗത്തിന് പ്രത്യേകിച്ചൊന്നും നേടാനുമില്ല എന്നുള്ള ഈ സാഹചര്യത്തിൽ ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ നമ്മൾ ഈ ഐക്യജനാധിപത്യ സഖ്യത്തെ തകർത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വളരുവാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കേണ്ടതില്ല എന്ന മുസ്ലിം ലീഗ് നേതൃത്വത്തിൻ്റെ ദീർഘവീക്ഷണമുള്ള തീരുമാനം CH മുഹമ്മദ് കോയ സാഹിബിനെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ CH മുഹമ്മദ് കോയ സാഹിബ് വളരെ വികാരഭരിതനായി ആ വിഷയത്തോട് പ്രതികരിക്കുകയും ഒരു നിലക്കും അത് ഉൾക്കൊള്ളാൻ എനിക്ക് സാധിക്കില്ല, മുസ്ലിം ലീഗിൻ്റെ മെമ്പർഷിപ്പ് തിരിച്ചു നൽകി രാജിവെക്കുന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല എന്നും ഒരുപക്ഷെ നാളെ വരുന്ന തലമുറ എന്നെക്കുറിച്ച് അധികാരത്തിന് വേണ്ടി പാർട്ടി സ്ഥാനം വരെ രാജിവെച്ച ആളാണ് CH എന്ന് വ്യാഖ്യാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് തയ്യാറില്ല എന്ന് വീണ്ടും പറഞ്ഞപ്പോൾ മഹാനായ സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾ വളരെ ശക്തമായ ഭാഷയിൽ CH ആവശ്യപ്പെട്ടു, ഇത് പാർട്ടി തീരുമാനമാണ്, മുസ്ലിം ലീഗിൻ്റെ തീരുമാനമാണ്, അത് അംഗീകരിക്കുവാൻ, അത് നടപ്പിലാക്കുവാൻ, അത് ശിരസാവഹിക്കുവാൻ CH മുഹമ്മദ് കോയ സാഹിബ് തയ്യാറാവണം, അതിന് ബാധ്യസ്ഥനാണ് എന്ന് ശക്തമായ ഭാഷയിൽ ആവശ്യപ്പെട്ടപ്പോൾ CH അവിടെ വേറൊന്നും പറയാനില്ലായിരുന്നു. വളരെ പ്രയാസത്തോടു കൂടി, വളരെ വിഷമത്തോടു കൂടി CH മുഹമ്മദ് കോയ സാഹിബ് ആ ആജ്ഞ, പാർട്ടിയുടെ ആ തീരുമാനം അംഗീകരിക്കുകയായിരുന്നു. അങ്ങനെ CH മുഹമ്മദ് കോയ സാഹിബ് 1961 ജൂൺ 9 സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്തു. വളരെ ചെറിയ പ്രായത്തിൽ സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്ത CH മുഹമ്മദ് കോയ സാഹിബ് വളരെ നല്ല രീതിയിൽ തന്നെ ആ ദൗത്യം ഭംഗിയായി നിർവഹിക്കുകയും എല്ലാവരുടെയും പ്രശംസ പിടിച്ചുപറ്റി മുന്നോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ബഹുമാനപ്പെട്ട KMCD സാഹിബ് വിട പറഞ്ഞു പോയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒഴിവന്ന കുറ്റിപ്പുറം നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. കുറ്റിപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും തെരഞ്ഞെടുപ്പ് നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ അന്നത്തെ ദുർഗാപൂർ പ്രമേയം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കോൺഗ്രസിന് മുസ്ലിം ലീഗിന് പിന്തുണ നൽകി മുന്നണിയായി മത്സരിക്കുന്നതിന് പ്രയാസമുണ്ടായിരുന്നുവെങ്കിലും കോൺഗ്രസ് മുസ്ലിം ലീഗിനെ എതിർക്കാൻ വന്നില്ല. മുസ്ലിം ലീഗിന് പിന്തുണ നൽകുന്ന ഒരു പരസ്യമായില്ലെങ്കിലും മുസ്ലിം ലീഗിനെ പിന്തുണക്കുന്ന, മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പിന്തുണക്കുന്ന നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. എന്നാൽ കോൺഗ്രസിൻ്റെ മറ്റൊരു നേതാവ് റിബലായി അവിടെ മത്സരിക്കുകയും ചെയ്തു. എന്നിരുന്നാലും മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി 10,000-ഓളം ഭൂരിപക്ഷത്തിന് കുറ്റിപ്പുറം നിയോജക മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത സാഹചര്യമുണ്ടായി. അങ്ങനെ പല വിധത്തിലുള്ള പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും മറികടന്ന് മുസ്ലിം ലീഗ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് 1962 പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുന്നത്. ആ സാഹചര്യത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയെ തകർക്കുന്ന നിലപാടുമായി മുസ്ലിം ലീഗുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാത്ത ദുർഗാപൂർ പ്രമേയത്തിൻ്റെ പേരിൽ മുസ്ലിം ലീഗുമായി ഒന്നിച്ച് മത്സരിക്കാൻ തയ്യാറാകാതിരുന്ന കോൺഗ്രസിൻ്റെ നിലപാടിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് അതിശക്തമായ പ്രമേയം പാസാക്കുകയും ശക്തമായ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ ഒരു ഘട്ടത്തിൽ ഈ പൊതു തെരഞ്ഞെടുപ്പിലും മുസ്ലിം ലീഗിനോട് ഒന്നിച്ച് മത്സരിക്കാൻ തയ്യാറല്ലാത്ത കോൺഗ്രസുമായി സഹകരിച്ച്
CH മുഹമ്മദ് കോയ സാഹിബ് സ്പീക്കറായി തുടരണമോ എന്ന ചർച്ച പാർട്ടിയിൽ സജീവമായി വരികയും മുസ്ലിം ലീഗ് പാർട്ടി ആ യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിൽ CH മുഹമ്മദ് കോയ സാഹിബ് സ്പീക്കർ സ്ഥാനം രാജിവെക്കണം എന്ന ഒരു തീരുമാനമെടുക്കുകയും ചെയ്തു. നവംബർ 9 മുസ്ലിം ലീഗ് യോഗം ചേർന്ന് CH മുഹമ്മദ് കോയ സാഹിബ് സ്പീക്കർ സ്ഥാനം രാജിവെക്കണമെന്ന തീരുമാനമെടുത്ത് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ആണോ ഈ കായിക മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ആണോ എന്നറിയില്ല, പിന്നെ CH മുഹമ്മദ് കോയ സാഹിബിനെ വിളിച്ച് ഈ കാര്യം പറഞ്ഞപ്പോൾ ഉടനടി തന്നെ അദ്ദേഹം ഞാനിതാ രാജിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട ജാഫർ ഇവിടെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ വിളിച്ച ഉടനെ തന്നെ അത് ഞാൻ രാജിവെച്ചിരിക്കുന്നു എന്ന് പറയുകയും കോഴിക്കോട് നടക്കുന്ന സമ്മേളനത്തിൽ ആ അദ്ദേഹം അയച്ച കമ്പി അവിടെ വായിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷെ അന്ന് രാത്രി ആയതുകൊണ്ട് തന്നെ, സമയം വൈകിയത് കൊണ്ട് തന്നെ അന്ന് രാത്രി രാജിവെക്കാൻ സാധിച്ചില്ലായിരുന്നെങ്കിലും CH രാജി അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയും കോഴിക്കോട് വെച്ച് അത് പൊതുസമ്മേളനത്തിൽ പറയുകയും ഉണ്ടായി. പിറ്റേന്ന് നവംബർ 10 രാവിലെ രാജിവെച്ച CH സാധാരണഗതിയിൽ ഒരു സ്പീക്കർ പദവി രാജിവെച്ചു കഴിഞ്ഞാൽ 2 ആഴ്ച വരെ ഔദ്യോഗിക വാഹനങ്ങളും ഔദ്യോഗിക വസതിയും ഉപയോഗിക്കാമെന്നിരിക്കെ ആ നിമിഷം തന്നെ ഔദ്യോഗിക വസതി ഉപേക്ഷിച്ച് ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടാൻ തയ്യാറായി. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളയച്ച ഒരു വാഹനത്തിൽ കോഴിക്കോടെത്തിയ CH നവംബർ 16 കോഴിക്കോട് നടന്ന അദ്ദേഹത്തിന് നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ വളരെ ആവേശത്തോടുകൂടെ പ്രസംഗിച്ചു എന്നാണ് കേൾക്കുന്നത്. നമുക്ക് പുസ്തകങ്ങളിലൂടെ വായിക്കാൻ സാധിക്കുന്നത്, ഞാൻ വേരുകളില്ലാതെ ആകാശത്തിലൂടെ പറന്നു നടക്കുന്ന ഒരു വിമാനമല്ല, ഞാനിതാ എൻ്റെ നേതാക്കന്മാർ ആവശ്യപ്പെട്ടതനുസരിച്ച്, പാർട്ടി ആവശ്യപ്പെട്ടതനുസരിച്ച് കേരളത്തിലെ 1ാമത്തെ പൗരൻ എന്ന സ്ഥാനം രാജിവെച്ചുകൊണ്ട് വന്നിരിക്കുന്നു എന്ന് CH അവിടെ ആവേശഭരിതനായി പ്രസംഗിച്ചപ്പോൾ സദസ്സ് മുഴുവനും വളരെ ആവേശത്തോടുകൂടെ ഹർഷാരവത്തോടുകൂടെ മുദ്രാവാക്യങ്ങളോടുകൂടെ അത് ഏറ്റെടുത്തു എന്നുള്ളതാണ് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ നന്മ നിറഞ്ഞ ഈ ജീവിത രീതിയിൽ നിന്ന് ഞാനും നിങ്ങളുമടക്കം എല്ലാവരും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്, മനസ്സിലാക്കുവാനുണ്ട്. കാരണം ഇന്നത്തെ കാലത്താണ് അത്തരത്തിലൊക്കെ തീരുമാനങ്ങൾ വരുന്നത് എങ്കിൽ ഒരുപക്ഷെ നേതാക്കന്മാർ വീണ്ടും വീണ്ടും ആലോചിച്ച് അത് സമയം നീട്ടിക്കൊണ്ടുപോയി ഒരു നിവൃത്തിയുമില്ലാത്ത സാഹചര്യത്തിൽ ഒരുപക്ഷെ രാജിവെക്കുകയുള്ളൂ എന്ന ഒരു നില മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ നമുക്കറിയാം. ആ ഒരു ഘട്ടത്തിൽ CH മുഹമ്മദ് കോയ സാഹിബ് ഇവിടുന്ന് പാർട്ടി തീരുമാനം എടുക്കേണ്ട താമസം അവിടെ രാജി പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് അതിലെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ അവരെയും നമ്മെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട ജാബിർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തേഞ്ഞിപ്പലം, മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പലം പഞ്ചായത്ത്